സൺഡേ സ്കൂൾ പാഠങ്ങൾ കൂടുതൽ മനുഷ്യ കേന്ദ്രീകൃതവും മൂല്യാധിഷ്ഠിതവുമാകണം. പാഠ്യപദ്ധതിയിലെ അപര്യാപ്തതകൾ പരിശോധിക്കേണ്ടതുണ്ട്. ലവ് ജിഹാദ് പോലുള്ള സംഭവങ്ങൾ ചർച്ചയാകുമ്പോൾ സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ക്രൈസ്തവ പ്രബോധനങ്ങളുടെ അപര്യാപ്തത പലരും ഉന്നയിക്കാറുണ്ട്. സൺഡേ സ്കൂൾ പദ്ധതിയിലെ കാലികമായ മാറ്റം വരുത്തിയാൽ ഈ തലമുറയിലെ യുവതികളെ സ്വാധീനിക്കുന്ന അന്യമത ചിന്തകൾക്ക് തടയിടാമെന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നത്. വിവിധ മതങ്ങളെയും അവയുടെ ദർശനങ്ങളെയും സംബന്ധിച്ച് കൂടുതൽ പാഠങ്ങൾ സൺഡേ സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തണമെന്നും വാദിക്കുന്നവരുണ്ട്. അന്വേഷണത്തിൽ സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിൽ കണ്ടെത്തിയ പര്യാപ്തതകളും ചില അപര്യാപ്തതകളുമാണ് ഇവിടെ വിവരിക്കുന്നത്. സൺഡേ സ്കൂൾ പാഠ്യാവലിയെ സമ്പന്നമാക്കുന്ന ഘടകങ്ങൾ സീറോ മലബാർ സഭയുടെ ഇന്നുള്ള സൺഡേ സ്കൂൾ പാഠ്യപദ്ധതി പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ക്രൈസ്തവ വിശ്വാസ വിഷയങ്ങൾ, ദൈവം, യേശുക്രിസ്തു, സഭ, ആരാധനാക്രമം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ പ്രതിപാദനങ്ങളാൽ സമ്പന്നമാണ് എന്നതാണ്. ഇതിലേറെ മനോഹരമായി കുട്ടികൾക്ക് വേണ്ടി ഈ വിഷയങ്ങൾ വിശദമാക്കാൻ കഴിയുമോ എന്ന് സംശയകരമാണ്. രക്ഷയുടെ പാതയിൽ എന്ന അടിസ്ഥാന വിഷയത്തെ മുൻനിർത്തിയാണ് 1-ാം ക്ലാസ് മുതലുള്ള സൺഡേ സ്കൂൾ പാഠ്യപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. 1-ാം ക്ലാസ് മുതൽ ദൈവത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന അവബോധമാണ് വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കുന്നത്. 1-ാം ക്ലാസ്സിൽ സൃഷ്ടാവായ ദൈവം, 2-ാം ക്ലാസ്സിൽ രക്ഷകനായ ദൈവം, 3-ാം ക്ലാസ്സിൽ ജീവദായകനായ ദൈവം, 4-ാം ക്ലാസ്സിൽ ജീവന്റെ നീർച്ചാലുകൾ, 5, 6, 7 ക്ലാസ്സുകളിൽ യേശുക്രിസ്തുവാണ് മുഖ്യ വിഷയം. രക്ഷകനെ കാത്തിരുന്ന ജനം, യേശുവിനെ അനുഭവിച്ചറിഞ്ഞ ജനങ്ങൾ, യേശുവിന്റെ പഠിപ്പിക്കലുകൾ എന്നിവയാണ് യഥാക്രമം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 8-ാം ക്ലാസ് മുതൽ സഭാ ജീവിതമാണ് പ്രതിപാദിക്കുന്നത്. 8-ൽ ദൈവത്തിന്റെ ജനമായ സഭ, 9-ൽ ആരാധനാ സമൂഹമായ സഭ, 10-ൽ മിഷണറി സമൂഹമായ സഭ, 11-ൽ സഭയിലും സമൂഹത്തിലുമുള്ള ക്രൈസ്തവ ജീവിതം 1-ാം ഭാഗം, 12-ൽ സഭയിലും സമൂഹത്തിലുമുള്ള ക്രൈസ്തവ ജീവിതം 2-ാം ഭാഗം. ഒരു കുട്ടിക്ക് അടിസ്ഥാനമായി ലഭിക്കേണ്ട ദൈവശാസ്ത്രത്തിന്റെ ബാലപാഠവും ചരിത്രവും ആരാധനാക്രമവും എല്ലാം ഉൾപ്പെട്ടതാണ് ഈ പാഠ്യപദ്ധതി. ഇപ്രകാരം ഒരു പാഠ്യപദ്ധതി മുൻനിർത്തി വിശ്വാസ പരിശീലനം നടന്നിട്ടും എന്തുകൊണ്ടാണ് ക്രൈസ്തവ ബോധ്യങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ക്രൈസ്തവ യുവതികൾ പ്രണയത്തിന്റെ പേരിൽ ഒരു മടിയുമില്ലാതെ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കുന്നത് എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. പാരമ്പര്യ ക്രൈസ്തവ സഭകൾ മുതൽ സോളോ സ്ക്രിപ്തൂറയ്ക്ക് പ്രാധാന്യം നൽകി ബൈബിളിൽ ദൈവശാസ്ത്രം മാത്രം പഠിപ്പിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നിന്നും പെന്തക്കോസ്ത് ബ്രദറൻ മൂവ്മെന്റുകളിൽ നിന്നും വരെ പ്രണയക്കെണിയിൽ പെൺകുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ബൈബിൾ ദൈവശാസ്ത്രത്തിന്റെ അപര്യാപ്തതയല്ല വിഷയമെന്ന് സുവ്യക്തമാകുന്നു. സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിൽ എന്തൊക്കെയാണ് അപര്യാപ്തമായ ഘടകങ്ങൾ എന്നൊരു അന്വേഷണത്തിൽ ചില നിരീക്ഷണങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ക്രൈസ്തവികത കുറെ ദൈവശാസ്ത്ര വിഷയങ്ങളുടെ സംയുക്തമായി ദേവാലയത്തിനുള്ളിൽ മാത്രം നിലകൊള്ളുന്ന ഒരു മതദർശനമല്ല. മനുഷ്യന്റെ അനുദിന ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മാനവിക ദർശനമാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രത്യേകത. ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു എന്ന് ഉദ്ധിതനായ ക്രിസ്തുവിന്റെ മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തെയും ലോകക്രമങ്ങളെയും മുഴുവനും നവീകരിക്കുക എന്ന വലിയ ദൗത്യമാണ് ക്രൈസ്തവ സഭ മുമ്പോട്ട് വയ്ക്കുന്നത്. രക്ഷയുടെ പാതയിൽ സഞ്ചരിക്കുന്ന ജനം സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സഭയിലൂടെ വികസിതമായ സത്പ്രവർത്തികളും ക്രൈസ്തവ മൂല്യങ്ങളും സമാനതകളില്ലാത്തതാണ്. ഈ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ പ്രായോഗിക ജീവിത വീക്ഷണങ്ങളുടെ അപര്യാപ്തത നമ്മുടെ സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിൽ വ്യക്തമായി കാണുവാൻ കഴിയുന്നുമുണ്ട്. ക്രൈസ്തവ ഇസ്ലാം ദൈവശാസ്ത്രത്തിൽ ഏറെക്കുറെ സമാനമെന്ന് തോന്നിക്കുന്ന നിരവധി വിഷയങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഇന്ന് സകലരും ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. യഹോവയ്ക്ക് പകരം ഇസ്ലാമിൽ അള്ളായും, യേശുവിന് പകരം ഈസായും, ദൈവമാതാവായ മറിയത്തിന് പകരം ഈസയുടെ അമ്മയായ മറിയവും ഖുറാനിലുണ്ട്. സ്വർഗം, നരകം, ന്യായവിധി തുടങ്ങി ക്രൈസ്തവ സഭ മുമ്പോട്ട് വെക്കുന്ന എല്ലാ വിശ്വാസങ്ങളെയും ഇസ്ലാം മതത്തിലും വിവരിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് സമാന്തരമായി രൂപപ്പെട്ട മറ്റൊരു മതമാണ് ഇസ്ലാം. വിദൂര ദർശനത്തിൽ സമാനമെന്ന് തോന്നുമെങ്കിലും സൂക്ഷ്മതലത്തിൽ പഠന വിധേയമാക്കുമ്പോൾ മാത്രമേ ഇവയിലെ വൈരുദ്ധ്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഈ യാഥാർത്ഥ്യം ഗ്രഹിക്കാതെ രണ്ടും സഹോദര മതങ്ങളാണെന്ന് കരുതി ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടത് അനേകരാണ്. എന്നാൽ ഇക്കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേർ രംഗത്ത് വരികയും ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന് മലയാളി ക്രൈസ്തവരിൽ മഹാഭൂരിപക്ഷവും വിമുക്തമാവുകയും ചെയ്തിട്ടുണ്ട്. സമാനതകൾ നിറഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ ഇസ്ലാം മത ദൈവശാസ്ത്ര വിഷയങ്ങൾക്ക് അതീതമായി ഇസ്ലാമിന് പകർത്തുവാനോ പകരം വെക്കുവാനോ കഴിയാത്ത ഒരു പ്രധാന ഘടകം ക്രൈസ്തവ വിശ്വാസത്തിലും പ്രഘോഷണത്തിലും അന്തർലീനമായിട്ടുണ്ട്. ഈ അമൂല്യ ഘടകം സഭയുടെ ആരംഭം മുതൽ ലോകത്തിൽ പ്രവർത്തന നിരതവുമാണ്. അത് സഭ മുമ്പോട്ട് വെച്ച ക്രൈസ്തവ മൂല്യങ്ങളാണ്. ക്രൈസ്തവ ദൈവവിശ്വാസത്തെ ക്രൈസ്തവ മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ
ക്രൈസ്തവികതയും ഇസ്ലാമും തമ്മിലുള്ള യഥാർത്ഥ അന്തരം യുവത്വം തിരിച്ചറിയുകയുള്ളൂ. ഈ മേഖലയിൽ ഇസ്ലാമിക ദൈവശാസ്ത്രത്തിന് അധികമൊന്നും പറയാനുണ്ടാകില്ല എന്നോർക്കണം. ക്രൈസ്തവ മൂല്യങ്ങളാൽ സമ്പന്നമാകണം. ലോകത്തിന് ക്രൈസ്തവ സഭ നൽകിയ മൂല്യങ്ങളെ ബാല്യം മുതൽ പഠിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കേണ്ടതുണ്ട്. വ്യക്തി, കുടുംബം, രാഷ്ട്രം, പ്രാദേശിക സമൂഹങ്ങൾ, വിവാഹം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രോ ലൈഫ്, ശാസ്ത്ര സാങ്കേതിക എന്നിവയുടെ നിർമ്മിതിയിലും വികാസത്തിലും ലോകത്തെ കൈപിടിച്ചു നടത്തിയത് ക്രൈസ്തവ വിശ്വാസത്തിൽ ആഴപ്പെട്ട വ്യക്തികളും സമൂഹങ്ങളുമാണ്. മതേതരത്വം, ജനാധിപത്യം, മനുഷ്യാവകാശം, സ്ത്രീ സ്വാതന്ത്ര്യം, ചാരിറ്റികൾ, ഭാഷ, സംസ്കാരം, കലകൾ, സാഹിത്യം എന്നിവയിലെ സഭയുടെ സംഭാവനകളൊന്നും സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇതേക്കുറിച്ചൊക്കെ സഭയ്ക്ക് വെളിയിൽ നിന്ന് മാത്രമേ ഇന്ന് കുറച്ചെങ്കിലും അറിയാൻ കഴിയുന്നുള്ളൂ. സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഇക്കാര്യങ്ങളെല്ലാം തീർത്തും അന്യമാണ്. ക്രൈസ്തവ സഭ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ മഹത്വം തിരിച്ചറിയുവാനും അതിൽ പുതിയ തലമുറ പരിശീലിക്കപ്പെടുവാനും സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ക്രൈസ്തവ സഭയിൽ മറിയം എന്ന ഗ്രാമീണ കന്യകയുടെ തെരഞ്ഞെടുപ്പിലൂടെയാണ് മനുഷ്യ രക്ഷാകര സംഭവങ്ങളുടെ ആരംഭം. സഭയുടെ പ്രാരംഭ ദിനത്തിലും സ്ത്രീത്വത്തിന്റെ മഹനീയത ഉയർന്നു നിൽക്കുന്നുണ്ട്. മംഗളാവാർത്തയും കന്യകാജനനത്തിലൂടെ ദൈവം മനുഷ്യനായതും ദിവ്യരക്ഷകന്റെ ബാല്യവും മറിയത്തിന്റെ ഓർമ്മകളിലൂടെയാണ് സുവിശേഷകന്മാർ അറിഞ്ഞതും ലോകത്തെ അറിയിച്ചതും. സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീത്വത്തിന് നൽകുന്ന മഹത്വം, കുടുംബജീവിതത്തിൽ സ്ത്രീയുടെ സ്ഥാനം, ബൈബിളിലും സഭയിലും മാന്യ വനിതകൾ എന്നിങ്ങനെ സ്ത്രീകളെ സംബന്ധിക്കുന്ന പാഠങ്ങളുടെ പര്യാപ്തത നമ്മുടെ സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിൽ കാണാൻ കഴിയുന്നില്ല. ജീവന്റെ മഹത്വം, തൊഴിലിന്റെ മഹത്വം, സമ്പത്തും സാമൂഹിക നീതിയുമെല്ലാം പ്രതിപാദിക്കുമ്പോഴും സ്ത്രീത്വത്തിന്റെ മഹത്വവും പ്രസക്തിയും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് വലിയൊരു അപര്യാപ്തത തന്നെയാണ്. ഇത്തരം മൂല്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ മാത്രമേ ക്രൈസ്തവികത മറ്റു മതദർശനങ്ങളിൽ നിന്നും എത്രമേൽ വിഭിന്നമാണ് എന്ന വസ്തുത പുതുതലമുറയ്ക്ക് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. സ്ത്രീകൾ കൃഷിയിടമാണെന്ന 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത വീക്ഷണത്തിൽ നിന്നും സ്ത്രീകൾ രക്ഷാകര പദ്ധതിയുടെ നെടുംതൂണായി എണ്ണപ്പെടുന്നവരാണ് എന്നതാണ് ക്രൈസ്തവ സഭ മുമ്പോട്ട് വയ്ക്കുന്ന സ്ത്രീപക്ഷ ചിന്ത. ടു മേക്ക് ഹ്യൂമൻസ് ലൈഫ് എവർ മോർ ഹ്യൂമൻ എന്ന 2-ാം വത്തിക്കാൻ കൗൺസിൽ ആശയത്തെ ഉൾക്കൊണ്ട് ദൈവശാസ്ത്രത്തെ മനുഷ്യ കേന്ദ്രീകൃതമായി വിശ്വാസ പരിശീലനത്തിൽ ഉൾപ്പെടുത്തണം. മനുഷ്യനെ കൂടുതൽ മാനുഷികതയിൽ വളർത്തിയെടുക്കുന്നതിനുള്ള പ്രതിബന്ധങ്ങൾ സഭ മനസ്സിലാക്കുന്നുവെന്ന് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ദ റിഡീമർ ഓഫ് മാൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു. 2 സഹസ്രാബ്ദത്തിലെ ചരിത്രത്തിൽ ക്രൈസ്തവ സഭ ലോകത്തിന് സമ്മാനിച്ചത് സമാനതകളില്ലാത്ത ക്രൈസ്തവ മൂല്യങ്ങളാണ്. ക്രൈസ്തവ ദൈവശാസ്ത്രത്തെ മൂല്യാധിഷ്ഠിതമായ ജീവിത ദർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ പഠിക്കുവാൻ അവസരമുണ്ടാകണം. സഭയുടെ എതിരാളികൾക്ക് കോപ്പിയടിക്കാൻ കഴിയാത്തതും സമാനതകളില്ലാത്തതുമായ ഈ മൂല്യങ്ങളുടെ ബോധനത്തിന്റെ പിൻബലത്തിലായിരിക്കണം ലവ് ജിഹാദ് പോലെയുള്ള കെണികളിൽ വീഴാതെ സ്വരക്ഷയ്ക്ക് നമ്മുടെ യുവതികൾ പ്രാപ്തരാകാൻ.